ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മധുരമാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം കസ്റ്റാർഡ് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിനു വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലോട്ടൊരു 1/4 കപ്പ് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാലും ഈ പൗഡർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഈ സോസ് പാനിലോട്ട് ഒരു 2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. 2 കപ്പ് അല്ലെങ്കിൽ 1/2 ലിറ്റർ പാല്. ഇതൊന്ന് തിളച്ച് വരണം. ഇതിലോട്ട് ഞാൻ മധുരത്തിന് വേണ്ടി ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ കണ്ടൻസ് മിൽക്കും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട് മധുരം അല്പം കുറവായതുകൊണ്ടാണ് ഈ പഞ്ചസാരയും കൂടി ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. പാലിപ്പോൾ ഒന്ന് തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡും പാലും ചേർന്നുള്ള മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഇതൊന്ന് കുറുക്കിയെടുക്കണം. അന്നേരത്തേക്ക് ഇതൊന്ന് കട്ടിയായിട്ട് വരും. ഇപ്പോൾ കസ്റ്റാർഡൊക്കെ ഒന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഒന്ന് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഈ കസ്റ്റാർഡ് മിക്സ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ റോസ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റൂഹഫ്സ എന്ന് പറയുന്ന സിറപ്പാണ് ഒഴിക്കുന്നത്. ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിന് പകരം വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറുകയും ചെയ്യും. ടേസ്റ്റും ചെറിയ വ്യത്യാസം വരികയും ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിലോട്ട് വെക്കാവുള്ളൂ. ഇത് അടച്ചിട്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഫ്രൂട്ട് സലാഡിന് വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തീരെ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിപ്പം ഈ പാത്രത്തിലോട്ട് ഒരു ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മാതള നാരങ്ങയും കൂടെ അടർത്തി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഒത്തിരി പുളിയുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സീഡ്ലെസ് മുന്തിരിങ്ങയും കൂടെ ഞാനിവിടെ ഒന്ന് മുറിച്ച് ഇതിലോട്ട് ഇടുന്നുണ്ട്. പിന്നെ 3-4 ഞാലിപ്പൂവൻ പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ പഴുത്ത മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതിലിട്ട് കൊടുക്കാൻ. ഇപ്പം അങ്ങനെ മാങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ കിട്ടാനില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഫ്രൂട്ട്സും അതുപോലെ ഈ കസ്റ്റാർഡും നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അല്ലെങ്കിൽ തേൻ വേണമെങ്കിൽ ഒഴിച്ചാലും നല്ലതാണ്. ഇത്രയും മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഈന്തപ്പഴവും അതുപോലെ ബദാമുമാണ്. ഇനി നമുക്ക് ഈ കസ്റ്റാർഡും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് ഈ പാത്രത്തിലേക്ക് ഒന്ന് വിളമ്പിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അതുപോലെ തന്നെ ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡൊക്കെ എല്ലാവരും തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കാത്തവരായിട്ട് തന്നെ ആരും കാണത്തില്ല. എങ്കിലും ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.